ദൈവത്തിന് ആലോചനകളെ കേൾക്കുവാനൊക്കെ നമ്മെ സഹായിച്ചു. റോമർ എഴുതിയ അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സാവധാനം നമ്മൾ റോമർ എഴുതിയ ലേഖനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഭഗവതിന്റെ ആലോചനകളായിരിക്കത്തില്ല റോമർ എഴുതിയ ലേഖനങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചായിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കണ്ണുകൾ നോക്കി ചെവികൾ കൂർപ്പിച്ച് അല്ലേ ദൈവസ്ഥാനത്തിൽ അനുഭവിച്ച് കേൾക്കാനായി തയ്യാറായിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് തന്നെ വരാം. ഒന്നാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ 2 പദങ്ങൾ കുറെ വിളിക്കപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചായിരുന്നു. പിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒരു പദം എഴുതിയിരിക്കുന്നത് ദൈവത്തിന് പ്രിയർ. ദൈവത്തിന് പ്രിയർ എന്നൊരു പദം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് പ്രിയർ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യത്തെ ഇൻട്രോഡക്ഷൻ പദങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ദൈവത്തിന് പ്രിയരായവർ. ദൈവത്തിന് കൃപയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും. ദൈവത്തിന് പ്രിയർ എന്നൊരു പദം ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് പ്രിയർ. എങ്ങനെയാണ് ദൈവത്തിന് പ്രിയരായി തീർന്നത്? നമ്മൾ ദൈവത്തിന് എങ്ങനെയാണ് പ്രിയരായി തീർന്നത്? തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അവൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ തിമോത്തിയോസ് എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഞാൻ പാപികളിൽ ഒന്നാമനാണ് അല്ലെ. ഒരുവനിൽ പാപമില്ല എന്ന് പറയുന്നതിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു അല്ലെ. എന്നാൽ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വേണ്ടി ലോകത്തിൽ വന്നു. വിശ്വാസ്യമായ വചനം. പിന്നീട് ഉണ്ടായിരുന്നേ വിശ്വാസ്യമായ വചനം, എല്ലാവരും അംഗീകരിപ്പാൻ പറ്റുന്നതുമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? ഇനി തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടി, താൻ ആദ്യമായ വിശ്വാസത്തിലേക്ക് വന്നു കരുതുക, ഇനിയും വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ദൃഷ്ടാന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ ദൈവത്തിന് നമ്മൾ പ്രിയരായി മാറിയത് എങ്ങനെയാ? ദൈവത്തിന്റെ കരുണ നമ്മോട് ലഭിച്ചതുകൊണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാനും വിശുദ്ധനൊന്നുമല്ല, ഞാനെന്താ പാപികളിൽ നമ്പർ 1 ആയിരുന്നു, ഒന്നാമനായിരുന്നു. എന്നാൽ ദൈവം എന്നോട് കരുണ കാണിച്ചു. ദൈവം എന്നോട് കരുണ കാണിച്ചത് ഇനിയും വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു ഉദാഹരണമായി, ഒരു ദൃഷ്ടാന്തമായി എന്നെ വെക്കുവാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി എന്നെ വെച്ചിട്ട് സകല ദീർഘക്ഷമയും ദൈവം എന്നോട് കാണിച്ചു. അവന് എന്നോട് കരുണ ലഭിച്ചു. കരുണ പ്രാപിച്ചത് കൊണ്ടാണ് നാം ദൈവത്തിന് പ്രിയരായവരായി മാറിയത്. തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാം ലേഖനത്തിലും അതിന് സമാനമായ ചില വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും. അപ്പൊ വിളിയെ കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു അല്ലെ. യെശയ്യാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു, യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. വിളിയെ കുറിച്ച്, തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇത് പുതിയ നിയമത്തിൽ പറയുകയാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇതൊരു വിശുദ്ധ വിളിയാണ്, എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ഇതൊരു വിശുദ്ധ വിളിയാണ്. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് യാചിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്, ഞാൻ നല്ലതായിട്ടൊക്കെ ജീവിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്, അല്ലെ എന്നെ ദൈവം കരുതുന്നത്. ഇടയ്ക്കെങ്കിലും ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ
വചനത്തിൽ പറയുന്നതാണ് തിമോഥെയോസിനെ എത്തിയപ്പോൾ പൗലോസ് പറയാണ് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെ നമുക്കൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അത് 2024 വെളിപ്പെട്ട തിരഞ്ഞെടുപ്പല്ല, അല്ലേ? സകല കാലത്തിന് മുമ്പേ ഉള്ളൊരു തിരഞ്ഞെടുപ്പ്. അപ്പൊ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല നാം വിശ്വാസത്തിലേക്ക് വന്നത്. നമുക്കൊരു വിശുദ്ധ വിളി ഉണ്ടായിരുന്നു. ആ വിശുദ്ധ വിളി നമുക്ക് സംഭവിച്ചത് നാം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ല, പിന്നെ സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടതാണ്, നമുക്ക് നൽകിയിരിക്കുന്നതും. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. മനസ്സിലാവുന്നുണ്ടോ? മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്താണ്. അപ്പൊ ഇതൊരു നിർണയമായിരുന്നു, സകല കാലത്തിന് മുമ്പേ ഉള്ള ഒരു തീരുമാനമായിരുന്നു. അത് കർത്താവിൽ അവന്റെ മരണ പുനരുത്ഥാനങ്ങളോടുകൂടെ അത് വെളിപ്പെട്ടു. അത് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിട്ട് സകല കാലത്തിന് മുമ്പേ ഒരു വിശുദ്ധ വിളി കർത്താവ് നമുക്ക് നൽകി. ഓർക്കം വരുന്നവരൊന്ന് സ്വന്തം ചെയ്തേ. കൃപയെ കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. കൃപയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അത് അവസാന ഭാഗം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടെ അതിനിടയ്ക്കുള്ളൊരു ചിന്ത എടുത്തിട്ട് ഞാൻ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ലേഖനം താഴെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുന്ന ഭാഗത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ദാവീദിന്റെ സന്തതി എന്നുള്ളൊരു ഭാഗം തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വിശദമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താഴെ ഒന്നുകൂടെ ചിന്തിക്കാം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അപ്പൊ ദൈവപുത്രനെന്ന് ശക്തിയോടെ കർത്താവ് നിർണയിച്ചത് എങ്ങനെ? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അവനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ അവൻ മരണത്തിൽ എഴുന്നേറ്റ നിമിത്തം നിർണയിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൽ എങ്ങനെയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചതെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ. അവന്റെ വിളിയാലുള്ള ആശയില്ലെന്ന് വിശുദ്ധന്മാരിൽ അവൻ അവകാശത്തിന്റെ മഹിമാധനമില്ല. നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ്, അല്ലെ? എന്നാൽ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കാം, അല്ലെ? അവന് വിളിയാനുള്ള ആശ. കർത്താവ് എന്തിനാണ് നമ്മെ വിളിച്ചത്? റാസക്കേമയെ ജോലി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാനാണോ? അതാണോ വിളി? അല്ല. വിളിയാനുള്ള ആശ, യഥാർത്ഥത്തിൽ നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം, പർപ്പസ് നാം തിരിച്ചറിയുക. അപ്പൊ പൗലോസിന്റെ പ്രാർത്ഥന നോക്കണമേ, ഭൗതികമായ ചില പ്രാർത്ഥനകളല്ല പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആത്മീയ കാര്യങ്ങളാണ് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ പൗലോസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സകല കുടുംബത്തിനും വേർതിരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ മുന്നേറ്റത്തിന്, ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്തായിരിക്കും പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും എഫേസ്യ ലേഖനത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വിളി എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. വിളിയാനുള്ള ആശ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിളിയുടെ പിന്നിലെ പർപ്പസ്, എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, വിളിയാനുള്ള ആശയം. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അപ്പോൾ ദൈവം നമ്മെ വിളിച്ച് നമ്മെ വിശുദ്ധന്മാരാക്കുമ്പോൾ നമുക്ക് ചില അവകാശങ്ങളുണ്ട്, നമുക്ക് ചില അധികാരങ്ങളുണ്ട്. അതിന്റെ മഹിമാധനം, അതിന്റെ ടോപ്പ് ലെവൽ നാം മനസ്സിലാക്കണം. മഹിമാധനം എന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്താൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. അപ്പോൾ കർത്താവിനെന്തുണ്ട്? ബലമുണ്ട്, ബലത്തിന്റെ വല്ലഭത്വമുണ്ട്, ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരമുണ്ട്. അപ്പൊ ബലത്തിന്റെ വല്ലഭത്വത്താൽ, വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ ആർക്കു വേണ്ടിയാണ് അത് വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക്. നമ്മൾ ആദ്യം തൊട്ടേ കേൾക്കുന്ന കാര്യം, അല്ലേ?
ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമെന്നാ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നവൻ ജീവിക്കുന്നെന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വല്ലഭത്വത്തിന്റെ, ശക്തിയുടെ വല്ലഭത്വത്തിന്റെ വ്യാപാരം അത് വ്യാപരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയേ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന്റെ ലെവൽ അനുസരിച്ചാണ് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നതെന്ന് ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസം എത്ര ഉണ്ടോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭൂതത്തെ പുറത്താക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടായിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ചാണ് ദൈവത്തിന്റെ ശക്തിയുടെ വല്ലഭത്വത്തിന്റെ വ്യാപാരം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് ആ രോഗി സൗഖ്യമാകും. കർത്താവിന് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ശക്തിയുടെ വ്യാപാരം അവിടെ വെളിപ്പെട്ട് ആ രോഗി സൗഖ്യമാകുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണത് വ്യാപരിക്കുന്നത്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നമുക്ക് അറിയാവുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ശക്തിയുടെ അളവറ്റ വലിപ്പം അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? ഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. ചെങ്കടലിനെ പിളർന്ന ഒറ്റ കാറ്റുകൊണ്ട്, അല്ലെ, കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടലിനെ രണ്ടായിട്ട് പിളർന്ന് രണ്ട് ചുവരുകൾ പോലെ വെള്ളത്തെ മാറ്റി നിർത്തി ഉണങ്ങിയ നിലത്തെ വെളിപ്പെടുത്തി ആ ശക്തി ഒന്ന് ചിന്തിച്ചു പോയി. തീയുടെ ബലത്തെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടല്ലേ? തീയുടെ ബലം 7 ഇരട്ടി വർദ്ധിപ്പിച്ച തീയുടെ ബലത്തെ കെടുത്തി സിംഹത്തിന്റെ വായ് ക്ലോസ് ചെയ്ത് കളഞ്ഞു, അല്ലെ? ഇതിലൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടത് അല്ലെ? സിംഹത്തിന്റെ വായ് അടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ ശക്തിയുടെ അളവ്, അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ മനസ്സിലാക്കണമെന്നാണ് പൗലോസ് പറയുന്നത് അല്ലെ? പ്രാർത്ഥനയിൽ കൂടെ വിശ്വാസത്തിൽ കൂടെ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന അപ്പോസ്തലൻ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ജനം ഇത് അറിയണം, അദ്ദേഹത്തിന് ഇത് അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്കേവയുടെ 7 പുത്രന്മാർ പിശാചിനെ പുറത്താക്കാൻ പോയപ്പോൾ അവരോട് പിശാച് പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾക്ക് പൗലോസിനെ പരിചയമുണ്ട്, കർത്താവിനെ അറിയാം. അപ്പോൾ കർത്താവിനെ അറിയുന്ന പിശാച്, പൗലോസിനെ പരിചയമുള്ള പൈശാചിക നേതൃത്വങ്ങൾ, നോക്കണമേ, അപ്പോൾ പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അല്ലെ? അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. എന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എനിക്കറിയാം, അല്ലെ? എന്റെ റുമാൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. പൗലോസ് പോവുകയെ വേണ്ട, അദ്ദേഹത്തിന്റെ ടവല് കൊണ്ടുപോയാൽ മതി, രോഗികൾ സൗഖ്യമാകും. അദ്ദേഹത്തിന് വ്യാപരിക്കുന്ന ശക്തി, അളവറ്റ വലിപ്പം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് വേണ്ടിയല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രാർത്ഥനയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, വിശ്വാസത്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വിളി, പർപ്പസ്, എന്തിനാണ് വിളിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം. നമ്മുടെ അവകാശങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അധികാരങ്ങൾ മനസ്സിലാക്കണം, വിളി മനസ്സിലാക്കണം. പിന്നെന്താ? ദൈവത്തിന്റെ ശക്തിയുടെ അളവ്, അതിന്റെ വലിപ്പം മനസ്സിലാക്കണം. അതിന്റെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതെങ്ങനെ വെളിപ്പെടണമെന്ന് മനസ്സിലാക്കണം. നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രാർത്ഥനയ്ക്ക് അകത്തുള്ളത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെ അവൻ, നിങ്ങളോട് ഞാൻ ചോദിക്കുക, ആരായി അവൻ? അങ്ങനെ അവൻ ആരാവൻ? ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനാരവൻ? പരിശുദ്ധാത്മാവ്, അല്ലെ? ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ആ അടക്കപ്പെട്ട് ഇടത്തു നിന്ന് കർത്താവിനെ ഉയർത്തിയതാരാ? ക്രിസ്തുവിലും അവൻ വ്യാപരിച്ചു. ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അല്ലെങ്കിൽ തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിച്ചത് കൊണ്ടാണ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അങ്ങനെ അവൻ ക്രിസ്തു, അപ്പൊ ഈ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ചവന്റെ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. അയ്യോ, കേട്ടൊരു സന്തോഷമില്ലേ? സഭയെ കുറിച്ച് പ്രസംഗിക്കണോ? നോക്കയെ കുറിച്ച് പ്രസംഗിക്കണോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തിയിലാണ് നീ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മരണാവസ്ഥയിൽ നിന്നും, മരണശരീരത്തിൽ നിന്നും അവനെ ഉയർപ്പിച്ച ആത്മശക്തിയാണ് ദൈവസഭയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃപാവരങ്ങളായി
വെളിപ്പാടുകളായി, പ്രവചന ശബ്ദങ്ങളായി, ഓരോ ഓഫീസുകളായി വ്യാപരിച്ചു കൊണ്ടിരിക്കുക അല്ലെ. ഉപദേഷ്ടാക്കന്മാരായി, ഇടയന്മാരായ, പ്രവാചകന്മാരായി, നമ്മൾ ചിന്തിക്കുക, പ്രവാചകന്മാരായി ഒക്കെ ഈ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെ ഉയർത്തിയ ശക്തിയാണ്. അപ്പൊ നമ്മൾ ആരാധിക്കുമ്പോൾ ഓർക്കണം, അന്യഭാഷ പറയുമ്പോൾ ഓർക്കണം, അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആരാധിച്ചോണം. ഇത് കർത്താവിനെ എന്ത് ചെയ്ത, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ കർത്താവ് അവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്നവൻ ശക്തിയോടെ നിർണയിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിലെ 11-ാം വാക്യം നമ്മൾ റോമർക്ക് കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് വരുമെങ്കിലും യേശുവിനെ മരിച്ചവൻ നിന്ന്, വീണ്ടും ആ വാക്യം ആവർത്തിക്കുന്നത്, യേശുവിനെ മരിച്ചവൻ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച ആത്മാവ് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ അളവറ്റ വലിപ്പമാണ്. അത് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ അവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മർത്യ ശരീരങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഒരു ശക്തി വഹിച്ചുകൊണ്ട് നടക്കുക. നമ്മൾ മരിച്ചില്ല അല്ലെ, മരിക്കാത്തതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അല്ലെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വ്യാപരിക്കും? ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ശക്തി, പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. അവൻ നമ്മെ എന്ത് ചെയ്യും? മരണത്തിൽ നമ്മെ ഉയർപ്പിക്കും. പക്ഷേ നമ്മൾ മരിച്ചില്ലല്ലോ ഇതുവരെ, മരിക്കാതെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ നിമിഷം വരെ മരിച്ചിട്ടില്ല, ദൈവത്തിന്റെ കൃപയാൽ അല്ലേ. പക്ഷെ ഇപ്പോഴും എന്ത് വ്യാപരിക്കുന്നുണ്ട് നമ്മുടെ മേൽ? പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട് അല്ലേ. അത് നിങ്ങളിൽ വസിക്കുകയാണെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ വസിക്കുന്ന എങ്കിൽ, അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മരണത്തിൽ നിന്ന് വരെ നമ്മെ ഉയർപ്പിക്കുന്ന ശക്തി ഇപ്പോഴും നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലും കർത്താവ് നേരിട്ട് പറയുന്ന ഒരു പദമുണ്ട്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ൽ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഈ ഭാഗങ്ങളൊക്കെ പണ്ട് നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവിന്റെ ഉത്ഭവം എഫ്രൈം മലനാട്ടിൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അല്ല കർത്താവിന്റെ ഉത്ഭവം സംഭവിച്ചത്. അവൻ ആദ്യനാണ്, സകല സൃഷ്ടിക്കും ആദ്യജാതനായവൻ. സകല സൃഷ്ടിക്കും ആദിജാതനായവനാണ് കർത്താവ്. വചനമായിരുന്നവൻ. യോഹന്നാൻ വെളിപ്പെടുത്തിയ ഭാഗം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. വചനം ജഡമായി തീർന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അപ്പോൾ പിതാവായ ദൈവത്തോടൊപ്പമായിരുന്ന കർത്താവാണ് ജഡ ധരിച്ച് ജഡസംബന്ധമായി ദാവീദിന്റെ ഗൃഹത്തിൽ വന്ന് ജനിച്ചത്. അപ്പൊ അവൻ ആദ്യനാണ്. യോഹന്നാനോട് വെളിപ്പാട് പുസ്തകം അവസാനത്തെ പുസ്തകത്തിൽ കർത്താവ് സംസാരിക്കും, പറയാണ് ഞാൻ ആദ്യനാണ്. അവസാനത്തെ പുസ്തകത്തിൽ നിന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് യോഹന്നാനോട് കർത്താവ് സംസാരിക്കും, പറയാണ് ഞാനെന്താ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവന്, ആദ്യനായവനാണ്, സകല സൃഷ്ടിക്കും ആദ്യനാണ്, ആദ്യനും അന്ത്യനും. ഇനി എവിടെ അവസാനമുണ്ടോ അവിടെ എല്ലാം ആ അവസാനം വരെ ഞാനുണ്ട്. ജീവനുള്ളവനാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഉള്ളവനായിരുന്നു? താഴെ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് അത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ കർത്താവിന് തുറക്കാൻ കഴിയാത്ത ഒരു വാതിലുമില്ല. കർത്താവിന് അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിലുമില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ട്. ശിയോളിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ശിയോളിൽ ആയിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുമായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് വേദപണ്ഡിതന്മാർ പറയുന്നു, അവൻ ആ ശിയോളിനെ പൂട്ടി എന്നാ പറയുന്നത്. ശിയോളിനെ പൂട്ടി. ഹല്ലേലൂയ. അപ്പൊ പാതാളത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, പഴയ വിശുദ്ധന്മാർ വസിച്ച സ്ഥലത്തേക്കാണ് കർത്താവ് ആദ്യം ഇറങ്ങിപ്പോയത്. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞത് സ്വർഗത്തിലല്ല, പിന്നെ എവിടെയാണ്? പഴയ വിശുദ്ധന്മാർ വസിച്ചിരുന്ന, അത് മരണത്തിന് ശേഷം അവർ പാർത്തിരുന്ന ഷിയോൾ അല്ലെങ്കിൽ 1-ാം പാതാളത്തിലേക്കാണ് കർത്താവ് ഇറങ്ങി ചെന്നെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ ചെന്ന് പഴയ വിശുദ്ധന്മാരുമായി കർത്താവ് ഉയർത്തുമ്പോൾ വേദപണ്ഡിതർ പറയുന്നു, അതിന് വ്യക്തമായ നിർവചനം ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അവർ വിശ്വാസത്താൽ പറയുന്നതാണ്, കർത്താവ് എന്ത് ചെയ്തു? ആ
പാതാളം പൂട്ടി. വിശുദ്ധന്മാരുമായി ഇപ്പോൾ ശിയോളിൽ ആരുമില്ലെന്നാണ് പറയുന്നത്. ശിയോൾ ശൂന്യമായി തീർന്നു. ഒന്നാം പാതാളം ശൂന്യമായി തീർന്നു. പഴയ നിയമ വിശുദ്ധന്മാർ വസിച്ച സ്ഥലം ശൂന്യമാണിപ്പോൾ. അവരുമായി കർത്താവ് ഉയരത്തിലേക്ക് പോയി. മറിയോട് സംസാരിക്കുമ്പോൾ നീ എന്നെ തുടരുത്, പിതാവിന്റെ അടുക്കൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ശിയോളിലുള്ള വിശുദ്ധന്മാരുമായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ പാതാളം പൂട്ടി എന്ന് വേദപണ്ഡിതന്മാർ പറയും. അപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആരുടെ കയ്യിലുണ്ട്? കർത്താവിന്റെ കയ്യിലുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം നമ്മൾ മരണസമയത്ത് കൂടുതലും വായിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെയും കർത്താവിനെ കുറിച്ച്, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ചില ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. തെസ്സലോനിക്ക സഭയിൽ അനവധി വ്യക്തികൾ മരണപ്പെട്ടപ്പോൾ സഭ ഒന്നടങ്കം ഭാരത്തിലായിരുന്ന സമയത്താണ് തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്നത്. അവിടെ താൻ പല കാര്യങ്ങളും മരണത്തെ സംബന്ധിച്ച്, മരണം കൊണ്ട് നിദ്ര കൊണ്ടത് തീരുന്നതല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഭാഗമുണ്ട്. അതിൽ 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു മരിക്കുകയും നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. മരിച്ചു കഴിഞ്ഞാലും നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കാരണം എന്താ? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിച്ചാൽ, നാം ഇത് വിശ്വസിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, യേശു മരിച്ചെന്നും യേശു അടക്കപ്പെട്ടെന്നും യേശു ഉയർത്തെഴുന്നേറ്റെന്നും നാം വിശ്വസിച്ചുകൊണ്ടാണ് നാം മരിക്കുന്നതെങ്കിൽ, യേശു മുഖാന്തരം നാം നിദ്ര കൊണ്ട കഴിയുമ്പോൾ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഒരു ഭാഗം കൂടെ ഞാൻ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എനിക്കറിയാം നിങ്ങൾക്ക് മറ്റു ദൂതുകൾ കേൾക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി കഠിനമേറിയ ദൂതുകളാണ്. ഉറക്കം വരാൻ നമ്മൾ ശ്രദ്ധയോടിരുന്നതിനെ മനസ്സിലാക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ചില ആത്മീയ സത്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിലെ ഒരു ഭാഗം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ചില ഭാഗങ്ങൾ ഇരുവരൊന്നിച്ചോടി പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കിലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്ന കണ്ടു. അകത്ത് കടന്നില്ലതാണ്. കല്ലറയിൽ കടന്നു. ആ ഭാഗം മാത്രം നാം ധ്യാനിക്കാൻ പോവുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശീലകൾ കിടക്കുന്നതും, ശ്രദ്ധിച്ചോണേ ആ പദം, ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. മതി, ശ്രദ്ധിച്ചാട്ടെ. അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഈ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊക്കെ യഹൂദന്മാർ പറഞ്ഞു വരത്തിയ ഒരു കഥയുണ്ട്. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ യേശു കർത്താവിനെ എന്ത് ചെയ്തു? മോഷ്ടിച്ചുകൊണ്ട് പോയി. പടയാളികളൊക്കെ ഓടിപ്പോയി. അപ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ യേശു കർത്താവിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. കാരണം ഈ പ്രകൃതിക്ഷോഭങ്ങൾ നടന്നില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അത് നടന്നു, അവർക്ക് അത് പറയാൻ പറ്റുന്നത് നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവർ പറഞ്ഞ കഥ എന്ന് പറഞ്ഞത് യേശുവിന്റെ ശിഷ്യന്മാർ തന്നെ യേശുവിനെ ശവശരീരം എടുത്തുകൊണ്ട് പോയെന്നാണ് അവർ പറഞ്ഞത്. നോക്കണമേ, യേശുവിന്റെ ശിഷ്യന്മാരാണ് യേശുവിനെ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അവരെ ആ തത്രപ്പാടിൽ എങ്ങനെയായാലും ആ ജനം മുഴുവൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ശിഷ്യന്മാരെ, അല്ലേ? അപ്പോൾ ആ തത്രപ്പാടിൽ ഒരിക്കലും അവർ റുമാലെടുത്ത ചുരുട്ടിയൊക്കെ കറക്റ്റായിട്ടൊക്കെ വെച്ചിട്ട് അവർ പോകും ഇല്ല, അല്ലേ? ഒരിക്കലും പോകും. അവർ യേശുവിന്റെ ശരീരം പെട്ടെന്ന് എടുത്ത് ആ തത്രപ്പാടിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനും ശ്രമിക്കത്തുള്ളൂ. അപ്പൊ ആ കഥ വിജയിക്കത്തില്ല. ഇനി യേശു ഒരു തത്രപ്പാടിലാണ് ഉയർത്തെഴുന്നേറ്റത് അല്ലെന്ന് ആ ഭാഗം തെളിയിക്കുന്നത്, അല്ലേ? പെട്ടെന്ന് ഒരു തത്രപ്പാടിൽ ഉയർത്തെഴുന്നേറ്റ് ചാടിയേക്കാം പോയേക്കാം എന്ന് പറഞ്ഞാണോ പോയത്? അല്ല, വളരെ സാവധാനത്തിൽ തന്റെ റുമാലൊക്കെ എടുത്ത് ചുരുട്ടി ഒരു ഭാഗത്തിനെത്താൻ വെച്ച് ശാന്തമായിട്ടാണ് അവർ ഉയർത്തെഴുന്നേറ്റെന്ന് അതിന് മനസ്സിലാക്കുന്നത്. ഇനിയും ഈ റുമാൽ ചുരുട്ടി വെക്കുന്നതിന് ഒരു കഥ യഹൂദന്മാരുടെ ഇടയിലുണ്ട്, ഒരു കസ്റ്റമുണ്ട്. ഈ റുമാൽ ചുരുട്ടി വെക്കുന്നതിനൊരു കാരണം അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു കസ്റ്റമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വലിയ ഹോട്ടലുകളൊക്കെ ചെന്നാൽ, ചെറിയ ഹോട്ടലുകളല്ല, വലിയ ഹോട്ടലുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂ കാണത്തില്ല. ചിലർക്ക് ടിഷ്യൂ കാണും, എന്നാൽ ടവലും കാണും. അവിടെ ഒരു ടവലായിരിക്കും, നല്ല വലിപ്പമുള്ള ഒരു ടവൽ കാണും. അത് നമ്മൾ നമ്മുടെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഉണർവ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു
ഒരു മടിയില് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഡ്രസ്സിലേക്ക് ആകത്തില്ല. ആ ടവല് തന്നെ അവരെന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെന്നല്ല നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ടവൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലതായിട്ട് കുറച്ച് അവിടെ വയ്ക്കും. അല്ലേ, വീട്ടിൽ കൊണ്ടുപോകും ഇല്ല, വയ്ക്കും. അതാണ് സാധനം ചെയ്യുന്നത്. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ കഷ്ടമുണ്ട്. യഹൂദന്മാർ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് ഈ ദാസന്മാരുണ്ട്. അപ്പൊ അവർ ഈ ഫുഡ് വെച്ച് കൊടുത്തിട്ട് അവരുടെ കഷ്ടം അനുസരിച്ച് ഈ ദാസനോ ഈ യജമാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ ഓടിപ്പോകാൻ പാടില്ല. ആ സൈഡിലായിട്ട് നിൽക്കണം. ഭക്ഷണം കഴിക്കുന്ന കണ്ടോണ്ട് നിൽക്കുമല്ല, സൈഡിലായിട്ട് മാറി നിൽക്കണം. അവർക്ക് എന്താ ആവശ്യമുണ്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കണം. അപ്പൊ അവർ ഇതിന്റെ കൂടെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു ടവൽ ഇങ്ങനെ കൊണ്ടുവരും. ഒരു ടവൽ കൊണ്ടുവരും. അപ്പോൾ യജമാനൻ ഈ ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വെള്ളം ചോദിക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ ചോദിക്കുകയാണോ, അഡീഷണൽ ഫുഡ് ചോദിക്കുകയാണോ അറിയത്തില്ല. അത് കേൾക്കാൻ വേണ്ടി യജമാനന്റെ മുൻപിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആസ്വദിച്ച് നിൽക്കുകയല്ല, സൈഡിൽ മാറി നിന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ ആ യഹൂദന്മാരുടെ ആ രീതിയാണ്, അവർ ഈ യജമാനൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തികഞ്ഞെങ്കിൽ, നിറഞ്ഞെങ്കിൽ, ഇടയ്ക്ക് ഇനിയൊന്നും പോകാനില്ല, അദ്ദേഹത്തിന്റെ വിശപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞെങ്കിൽ അവർ ചെയ്യുന്നത് ഒരു റുമാൽ കയ്യിലെടുക്കും. അവർ അടുക്കി വെച്ചിരിക്കുന്ന റുമാലാണ്. ആ റുമാൽ കയ്യിലെടുത്തിട്ട് ഒരു മുഖമെല്ലാം നല്ല തുടച്ച്, കൈയെല്ലാം നന്നായി തുടച്ച് അവിടെ ജസ്റ്റ് ഇട്ടേച്ച് എറിഞ്ഞേച്ചെന്ന് വേണം പറയാം, എറിഞ്ഞേച്ച് പോകും. അത് കാണുമ്പോൾ ദാസന് മനസ്സിലാകും, എന്റെ യജമാനന്റെ വയർ നിറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഫുഡ് നല്ലതായിട്ട് കഴിച്ചു, അദ്ദേഹത്തിന് തികഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇനി ടേബിൾ ക്ലീൻ ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ടേബിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഓടിക്കും. അപ്പം അതിനുള്ള സൈനാണ്, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, എനിക്ക് വയർ നിറഞ്ഞു, ഇനി ടേബിൾ ക്ലീൻ ചെയ്തു, ഇതാ ഞാൻ കൈ തുടയ്ക്കുന്നു, തവല പണിയുന്നു. ഇതിന്റെ അർത്ഥം ടേബിൾ ക്ലീൻ ചെയ്തു, ഫുഡ് കഴിഞ്ഞതാണ്. എന്നാൽ ചില സമയത്ത് യജമാനൻ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല ആവശ്യം വന്നു അല്ലേ, അല്ലെങ്കിൽ വിളിച്ചു, ഒരാവശ്യം വന്നു, ഇന്ന് ഫോണുണ്ടോന്ന് അറിയത്തില്ല, ഫോണില്ലെങ്കിൽ അല്ലേ, ഒരാവശ്യം വന്നു, അല്ലെങ്കിൽ വിളിച്ചു, അല്ലെങ്കിൽ അത്യാവശ്യം വേണം വെളിയിൽ പോകണം. എന്നാൽ ബാക്കി ഫുഡ് കഴിക്കാൻ വേണം അദ്ദേഹം പൂർത്തീകരിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ആ ടവൽ എടുക്കത്തില്ല, ആ മടക്കിയ ടവൽ അവിടെ തന്നെ വെക്കും. ആ ടവൽ സ്പർശിക്കാതെ വേണം പോയി കൈ കഴുകുവാനും, പക്ഷെ ആ ടവൽ എടുക്കത്തില്ല. ആ ടവൽ എടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദാസൻ മനസ്സിലാക്കിക്കോണം, അദ്ദേഹത്തിന്റെ ഭക്ഷണം പൂർത്തിയായിട്ടില്ല, അദ്ദേഹം എപ്പോൾ വേണേലും മടങ്ങി വരാം, വീണ്ടും ആ ഭക്ഷണം കഴിക്കുന്നത് തുടരാം, അവസാനം മാത്രമേ ആ ടവൽ എടുക്കൂ. അപ്പോൾ ടവൽ മടക്കി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം യജമാനൻ തിരിച്ച് വരാൻ സാധ്യതയുണ്ട്. എന്റെ യജമാനൻ പോയിട്ടില്ല, ഏത് നിമിഷവും യജമാനൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഹിന്റാണ് ആ മടക്കി വെച്ചിരിക്കുന്ന റുമാൽ കാണിക്കുന്നത്. ഇവിടെ യേശുവിന്റെ മുഖത്തായിരിക്കും ആ റുമാൽ ഇട്ടത്, യേശുവിന്റെ തലയിൽ ചുറ്റിയ റുമാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുഖത്തായിരിക്കും അത് കവർ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. ആ റുമാൽ മടക്കി അടുക്കി ചുരുട്ടി കറക്റ്റായി കർത്താവ് വെച്ചിരുന്നു. അത് യഹൂദന്മാരുടെ നിയമം അനുസരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ കഷ്ടം മനസ്സിലാക്കുന്നവർക്ക് ഒരു സത്യം കർത്താവ് വിളിച്ചു പറയുകയാണ്, ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല, ഞാനൊരു മടങ്ങി വരവ് തന്നെ അഭിഷക്തന്മാർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് തിരികെ ഒരു വരവുണ്ട് എന്ന് കാണിക്കാനാണ് ഹല്ലേലൂയ സർവശക്തനായ യേശു കർത്താവ് ഹല്ലേലൂയ ആ ടവൽ മടക്കി വെച്ചതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഒരു നിമിഷം കർത്താവിനെ ആരാധിച്ചാൽ ഒരു നിമിഷം കർത്താവിനെ ആഗ്രഹിച്ചു ആഗ്രഹത്തോടെ ആരാധനയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞ ഒരു ദൂതനാണെങ്കിൽ കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞ രണ്ട് ദൂതന്മാർ. ശക്തി നമ്മുടെ മധ്യ
തുടങ്ങാട്ടെ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചാട്ടെ. അത് 2-3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി മരിച്ചവൻ, എന്നാൽ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. അവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. നമ്മുടെ മരണ ശരീരത്തെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന അവന്റെ ശക്തിയുള്ള വിശ്വസിക്കാൻ കഴിയുമോ? നാം ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ചിന്തിച്ചോണം, മനസ്സിൽ ചിന്തിച്ചോണം.